സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞിരുന്നു ബ്രോ ഒരു ലോഗോ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്യുന്നു. സോ അപ്പോൾ അവൻ്റെ ചാനൽ ഞാൻ ഒന്ന് കയറി നോക്കുമ്പോൾ അവനൊരു ഗെയിമറാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗെയിമിംഗ് ലോഗോ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ആപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ചാനലിൻ്റെ നെയിം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ മേളിലായിട്ട് നമുക്കിവിടെ എഡിറ്റ് എന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ചാനൽ നെയിം കൂടെ അടിച്ചു കൊടുക്കുക. നമുക്ക് ഞാനിപ്പോൾ എൻ്റെ ചാനലിൻ്റെ നെയിം കൂടെ അടിച്ചു കൊടുക്കുകയാണ്, എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുകയാണ്. അത് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ലോഗോസ് ഇതിൽ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു ലോഗോ നമുക്കിതിന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ലോഗോ ആണ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ടെക്സ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കീബോർഡ് ഓൺ ആക്കിയതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തണമെങ്കിൽ അതിൽ വ്യത്യാസം വരുത്താം. അതുപോലെ തന്നെ നമുക്ക് ഫോണ്ടുകൾ ചേഞ്ച് ചെയ്യാം. ഒരുപാട് ഫോണ്ടുകൾ നമുക്കിതിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ കളർ സെലക്ട് ചെയ്യാം. നമ്മുടെ ടെക്സ്റ്റിൻ്റെ കളേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ നമുക്ക് തന്നെ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു മഞ്ഞ കളറ് ഇതിലേക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് 3D ആക്കണമെങ്കിൽ 3D ആക്കാം, കർവ് വേണമെങ്കിൽ കർവ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ സ്ട്രോക്ക് കൊടുക്കാം. സ്ട്രോക്ക് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ബ്ലാക്ക് സ്ട്രോക്കാണ് ഇവിടെ കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിവിടെ ഔട്ട്ലൈൻ എന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇമേജിനും ഫോണ്ടിനും ഒന്നാകെ ഒരു ഔട്ട്ലൈനും കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു നീല ഔട്ട്ലൈൻ കൊടുക്കുകയാണ്. അതിന് ശേഷം നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യണം. നമുക്കിവിടെ PNG ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ PNG ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കളേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു മഞ്ഞ തന്നെ വീണ്ടും സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ പ്രൊജക്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മുകളിലായിട്ട് ഒരു ഷെയർ ഐക്കൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡൗൺലോഡായി കിട്ടും. ഗാലറിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഡൗൺലോഡ് ആയിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ ബാക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ മൈ ഡിസൈൻസ് എന്ന് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ച കാര്യങ്ങളൊക്കെ നമുക്കിതിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈവസി ആൻഡ് പോളിസി, അതുപോലെ തന്നെ ജോയിൻ പ്രോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ പർച്ചേസ് ചെയ്യാം. പ്രീമിയം വേർഷൻസൊക്കെ പർച്ചേസ് ചെയ്യാം. കുറേ ലോഗോസും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ എന്തെങ്കിലും കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യുക, നമുക്കത് വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.